അവിടെ ഗ്രീക്കില് ചെയ്യുമ്പോഴൊക്കെയും എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഹൊസാക്കീസ് എന്നുള്ള പദമാണ്. ഹൊസാക്കീസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സാധാരണമായി ചെയ്യുന്നതും അതേസമയം തന്നെ ഒരു നിശ്ചിത ദിവസത്തിൽ ചെയ്യാത്തതുമായ ഒരു കാര്യത്തെ കാണിക്കുന്ന പദമാണ്. അദ്ദേഹം പറഞ്ഞത് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 25-26 വാക്യങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും കാണുന്ന, അവിടെ മാത്രം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്. അതെന്താണ്? ഹൊസാക്കിസ് എന്ന പദത്തെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഞാനത് വളരെ വിശദമായിട്ട് അത് പറയാം. ഹൊസാക്കിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വളരെ സാധാരണമായി ചെയ്യുന്നതും ഒരു നിശ്ചിത ദിവസത്തിൽ ചെയ്യാത്തതുമായ കാര്യത്തെ കാണിക്കുന്ന പദമാണ്. എവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ നിർവചനം കിട്ടിയതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. ഒന്നുകൂടെ കേട്ടുകൊള്ളുക. വളരെ സാധാരണമായിട്ട് ചെയ്യുന്നതും ഒരു നിശ്ചിത ദിവസത്തിൽ ചെയ്യാത്തതുമായ കാര്യത്തെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു നിശ്ചിത ദിവസത്തിൽ കൂടി വരുവാൻ പാടില്ല. സഭയുടെ യോഗങ്ങൾ എല്ലാം അവതാളത്തിലാകണം എന്ന് അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുത്തതുപോലെയുണ്ട്. ഒരു നിശ്ചിത ദിവസം കൂടി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കൂടി വരാനെന്നോ ശനിയാഴ്ച കൂടി വരാനെന്നോ, തോന്നുമ്പോൾ തോന്നുന്നിടത്ത് കൂടിയോ, വീട്ടിലെങ്കിൽ വീട്ടിൽ, യാത്രയില്ലെങ്കിൽ യാത്രയിൽ. സഭായോഗങ്ങൾക്ക് യാതൊരു വിലയുമില്ല. സഭയ്ക്ക് നിശ്ചിത ദിവസം കൂടി വരുവാൻ കഴിയുകയില്ലല്ലോ സഹോദര അങ്ങനെയെങ്കിൽ. അപ്പോൾ എത്രമാത്രം അബദ്ധ ജടിലമായിരിക്കുന്ന ഒരു ഉപദേശമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് നോക്കുക. ഹൊസാക്കിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഡിക്ഷണറിയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ അദ്ദേഹം പറയുന്ന അബദ്ധങ്ങൾ ഓരോന്നും നിങ്ങൾ നോട്ട് ചെയ്യണം. ആ വാക്യം ആരംഭിക്കുന്നത് തന്നെ ആസ് ഓഫ്റ്റൺ ആസ് യു. ഓഫ്റ്റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡിക്ഷണറി എടുത്താലും അത് സാധാരണമായി ചെയ്യുന്ന, ഇടയ്ക്കിടെ ചെയ്യുന്ന, വളരെ അധികമായി ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള അർത്ഥമാണ് കൊടുത്തത്. അതിന് അദ്ദേഹം അതിനെ വിശദീകരിക്കുമ്പോൾ ആസ് ഓഫ്റ്റൺ ആസ് എന്നുള്ളതിൻ്റെ അർത്ഥമല്ല പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫ്റ്റൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് താൻ പറയുന്നത്. ഐ ഗോ ദെയർ വെരി ഓഫ്റ്റൺ എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും അവിടെ പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ വെരി ഓഫ്റ്റൺ. ആ ഓഫ്റ്റണ് ഓരോ കാര്യങ്ങൾക്ക്, ഇപ്പം ഞാനിപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്, ഡാളസ് എന്ന സ്ഥലത്താണ്. ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത് ഐ ഗോ ദെയർ വെരി ഓഫ്റ്റൺ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോകുന്നത് ആരും അർത്ഥമാക്കത്തില്ല, എല്ലാ ആഴ്ചയിലും പോകുമെന്നും ആരും മനസ്സിലാക്കത്തില്ല. പ്രോബബ്ലി എവറി ഇയർ ഞാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ പോകാറുണ്ട് എന്നുള്ള നിലയിലെ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അർത്ഥമാക്കുകയുള്ളൂ. എന്നാൽ ഞാൻ ന്യൂയോർക്കിലോട്ട് വെരി ഓഫ്റ്റൺ പോകുമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് തന്നെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ചിലപ്പം 2 ആഴ്ച കൂടുമ്പോഴോ 1 മാസത്തിൽ ഒരിക്കലോ പോകുമെന്ന് ആളുകൾ ഒരുപക്ഷെ അർത്ഥമാക്കും. എന്നാൽ ഞാൻ എൻ്റെ അടുത്തുള്ള മാർക്കറ്റിൽ വെരി ഓഫ്റ്റൺ പോകുമെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ പോകുന്നതല്ല, വളരെ ഫ്രീക്വൻ്റായിട്ട് പോകുമെന്നുള്ള നിലയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ച് ഈ ഓഫ്റ്റൻ്റെ ഫ്രീക്വൻസി മാറും എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ അദ്ദേഹം ഓഫ്റ്റൺ എന്നുള്ള വാക്കാണ് വിശദീകരിച്ചത്. അതിൻ്റെ ഡിക്ഷണറി മീനിങ് ഒക്കെ പറഞ്ഞു. വളരെ സാധാരണയായിട്ട്, എന്നാൽ ഒരു സ്ഥിര ദിവസം ആകുവാനും ഒരു നിശ്ചിത ദിവസത്തിൽ ആകാനും പാടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പിന്നിലെ ചിന്താധാര എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഈ വാക്യങ്ങൾ ഒന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത് വിശദമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഞാൻ അതിൻ്റെ ഹിന്ദി വേർഡ് കൂടെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആസ് ഓഫ്റ്റൺ ആസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എവറി ടൈം യു ഡു ദിസ്, നിങ്ങളിത് ചെയ്യുമ്പോഴൊക്കെയും എന്ന് വളരെ കൃത്യമായിട്ടാണ് മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിന് ഒരു മോഡിഫിക്കേഷനും ആവശ്യമില്ല. നിങ്ങൾ ഈ അപ്പം തിന്നുമ്പോഴൊക്കെയും, അങ്ങനെ നിങ്ങൾ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴൊക്കെയും, ആസ് ഓഫ്റ്റൺ ആസ് യു ഡു ദിസ്. ഇതിന് യാതൊരു നിലയിലും ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യവുമില്ലാത്തൊരു പദത്തെയാണ് അദ്ദേഹം വളച്ചൊടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. താഴോട്ടുള്ള തൻ്റെ കാര്യങ്ങൾ താൻ പറഞ്ഞിരിക്കുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ജിത്തനീം ബാർ, എത്ര തവണ നിങ്ങൾ ചെയ്യുന്നുവോ, എപ്പോഴൊക്കെ നിങ്ങളിത് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. എൻ്റെ ക്രൂശ് മരണത്തെ നിങ്ങൾ ഓർക്കണം, എൻ്റെ രക്തം ചൊരിഞ്ഞത് നിങ്ങൾ ഓർക്കണം
ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കണം, എൻ്റെ മരണത്തെ നിങ്ങൾ പ്രസ്താവിക്കണം, എൻ്റെ പുനരുത്ഥാനത്തെ നിങ്ങൾ ഓർക്കണം, എൻ്റെ വീണ്ടും വരവിനെ നിങ്ങൾ ഓർക്കണം. അതിന് കർത്താവ് ദിവസം അവിടെ പറഞ്ഞിട്ടില്ല, എന്ന് ഈ കുടിവര ആരംഭിക്കണമെന്ന് അവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ആസ് ഓഫ്റ്റൻ ആസ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര സാധാരണമായി ചെയ്യുന്നുവോ അപ്പോഴൊക്കെയും ഇത് ചെയ്യുവീൻ. അപ്പോൾ ഈ ഓഫ്റ്റൺ എന്നുള്ള വാക്ക് മാത്രം എടുത്ത് വിശദീകരിച്ചിട്ട് ആസ് ഓഫ്റ്റൻ ആസിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുവാനായിട്ട് പറ്റത്തില്ല. വളരെ കൃത്യമായിട്ടാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം 11:6 കാണുന്നുണ്ട്. അവിടെ ഹൊസാക്കീസ് എന്നുള്ള ഈ പദം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇച്ഛിക്കുമ്പോഴൊക്കെയുമെന്നാണ്. വെളിപ്പാട് പുസ്തകം 11:6 ഈ വാക്ക് പിന്നെയും ആവർത്തിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11:6 നമുക്ക് വേദപുസ്തകത്തിൽ നേരിട്ട് വായിച്ച് അത് ബോധ്യപ്പെടുത്താം. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരമുണ്ട്. ഇച്ഛിക്കുമ്പോഴൊക്കെയും ഞാൻ അതിൻ്റെ ഇംഗ്ലീഷൂടെ വായിക്കാം. These have power to shut heaven, that it rain not in the days of their prophecy, and have power over waters to turn them to blood, and to smite the earth with all plagues as often as they will. As often as they will. അവർ ഇച്ഛിക്കുമ്പോൾ ഒക്കെയും, എപ്പോഴൊക്കെ അവർ ഇച്ഛിക്കുന്നുവോ അപ്പോഴൊക്കെയും. As often as they will. As often asന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഹൊസാക്കിസും ദേ വിൽ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തെലിസോസിൻ എന്നുമാണ്. അദ്ദേഹം അതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഈ തെലിസോസിനും കൂടെ ആഡ് ചെയ്തു. നിങ്ങളിത് ഭക്ഷിക്കുമ്പോഴൊക്കെയും നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എന്നുള്ളതിന് ഹൊസാക്കിൻ്റെ കൂടെ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു, കൊരിന്ത്യ ലേഖനത്തിലേക്ക് കൊണ്ടുവന്നു. കൊരിന്ത്യ ലേഖനത്തിൽ ഇല്ലാത്തൊരു വാക്ക് ഇച്ഛിക്കുമ്പോഴൊക്കെയും എന്നുള്ള വാക്ക്. എന്നിട്ട് അത് ഹൊസാക്കിസിൻ്റെ അർത്ഥമായിട്ട് വിശദീകരിച്ച് കാണിക്കുക. എൻ്റെ സഹോദരൻ, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ഉപദേശ കാര്യങ്ങൾ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുമ്പോൾ അല്പം കൂടെ ശുഷ്കാന്തി ഈ വിഷയത്തിൽ കാണിക്കണ്ടേ? ഹൊസാക്കിസ് ഉള്ള പദത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നത് അതിന് ഇല്ലാത്ത അർത്ഥം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ 11:6 അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയായിരിക്കണം: നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പാനും അധികാരമുണ്ട്. കാര്യം കൊരിന്ത്യ ലേഖനത്തിൽ കുടിക്കുകയും തിന്നുകയും എന്നുള്ള ആ രണ്ട് വാക്കുകൾ വെളിപ്പാട് പുസ്തകത്തിലും കൊണ്ടുപോകാമല്ലോ. അങ്ങനെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലുള്ള ഇച്ഛിക്കുന്നതിനെ കൊരിന്ത്യ ലേഖനത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിലുള്ള തിന്നുക കുടിക്കുക എന്നുള്ള വാക്കുകളെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കൊണ്ടുപോകാമല്ലോ. മറ്റൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ ശുശ്രൂഷ ചെയ്തത് എല്ലായ്പ്പോഴും സ്ഥലം സഭകളായിട്ടായിരുന്നുവോ അല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോസ്തലപ്രവൃത്തി 2:42 അവർ ഇത് സ്റ്റെഡ്ഫാസ്റ്റായിട്ട് മലയാളത്തിൽ ആചരിച്ചു പോന്നു എന്നേ പറയുന്നുള്ളൂ. ഇംഗ്ലീഷിൽ സ്റ്റെഡ്ഫാസ്റ്റ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവർ അത് തുടർമാനമായി ചെയ്തു പോന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തിരുവത്താഴം തുടർമാനമായിട്ട് ചെയ്യുന്നവരായിരുന്നു. 47 വാക്യത്തിൽ വരുമ്പോൾ അവർ ഡെയിലി വീടുതോറും എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം അവർ എല്ലാ ദിവസവും വീടുതോറും തിരുവത്താഴം ആചരിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ഇത് സഭയിലല്ല ചെയ്തിരുന്നത്, വീടുകളിൽ അവിടെ കൂടി വന്നിരുന്ന കൂട്ടരാണ് ചെയ്തെന്നുള്ളതാണ്. സ്റ്റെഡ്ഫാസ്റ്റ് എന്നുള്ള വാക്ക് and they continued steadfastly in the apostles' doctrine and fellowship and breaking of bread and in prayers. 42 വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നത്. And they continued steadfastly in the apostles' doctrine, fellowship and in breaking of bread and in prayers. എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഫ്രീക്വൻസി വല്ലതും അവിടെ വെളിപ്പെടുത്തുന്നുണ്ടോ? ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിൽ സ്റ്റെഡ്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന് കണ്ടിന്യൂറ്റി എന്താണ്? ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റെഡ്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ദിവസേന ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റെഡ്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ദിവസം ഒന്നുപോലും തെറ്റാതെ അവർ ചെയ്തു എന്നാണ്.
മണിക്കൂർ പോലും തോറും ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റെഡ്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസി എത്രയാണെന്ന് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് വെളിപ്പെടുത്തുന്നില്ല. ഫ്രീക്വൻസി എത്രയാണെങ്കിലും അവർ ചെയ്തു വരുന്ന കാര്യം പതിവ് തെറ്റാതെ ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവർ വളരെ സ്ഥിരോത്സാഹത്തോടുകൂടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 47-ാം വാക്യത്തിൽ പറയുന്ന വിഷയം വേറെയാണ്. അവർ അപ്പം നുറുക്കിയെന്ന് ഇവിടെ പറഞ്ഞാൽ പിന്നെ അപ്പം നുറുക്കിയെന്ന് പറയേണ്ട ആവശ്യമില്ല. കൂടി വന്ന കൂട്ടത്തിൽ നമ്മൾ ശിഷ്യന്മാരെ കാണുന്നില്ല, വിശ്വാസിനികളെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 20:7 കൂടി വന്നിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഒരു സഭയല്ല, ശിഷ്യന്മാരുടെ ഒരു കൂട്ടം മാത്രമായിരുന്നു. അതുകൊണ്ട് ഒരു സഭയിലല്ല അപ്പോസ്തലപ്രവൃത്തി 20:7 കൂട്ടായ്മ ആചരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു വീട്ടിലായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ വീട്ടിൽ വെച്ച് അപ്പം നുറുക്കി എന്നുള്ളത് കൊണ്ട് അതൊരു സഭായോഗമായിരുന്നില്ല, അതൊരു കുടുംബയോഗമായിരുന്നു എന്നുള്ള നിലയിലാണ് ജെയിംസ് വർഗീസ് ബ്രദർ വിശദീകരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അവിടെ ശിഷ്യന്മാർ കൂടി വന്നു എന്ന ഒരു വാക്കുണ്ട് എന്നാണ്. അത് ഞാൻ KJV-യിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് മറ്റ് ട്രാൻസ്ലേഷനുകളിലോ മലയാളം പരിഭാഷയിലോ മൂലഭാഷയിലോ ഗ്രീക്കിലോ അത് കാണുന്നില്ല. അത് എന്താണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് വായിക്കാം. അവിടെ പുരുഷന്മാർ മാത്രമുള്ള ഒരു കുടിവരവായിരുന്നു എന്നാണ് താൻ പറയുന്നത്. കാരണം ശിഷ്യന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്, ശിഷ്യമാർ എന്ന് എഴുതിയിട്ടില്ല. വചനത്തിൽ സാധാരണയായിട്ടുള്ള പ്രയോഗമാണ് പുരുഷന്മാരുടെ കാര്യം മാത്രം പ്രസ്താവിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ സ്ത്രീകളും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ബ്രദറൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സഭയിൽ സഹോദരിമാരില്ലയോ? ബ്രദറൻ എന്ന് പറയുമ്പോൾ ബ്രദേഴ്സ് മാത്രമേ ഉള്ളോ എന്ന് ചിലർ ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയല്ല. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അപ്പം നുറുക്കുവാനായി ഞങ്ങൾ കൂടി വന്നപ്പോൾ എന്നാണ് അവിടുത്തെ ശരിയായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്. എന്നാൽ ശിഷ്യന്മാർ എന്ന് വായിച്ചാൽ പോലും നമുക്കറിയാം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി എന്ന് നാം വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികളായി തീർന്നവരെല്ലാവരും പുരുഷന്മാർ മാത്രമായിരുന്നു എന്നാണോ? അങ്ങനെയല്ലല്ലോ. അതേപോലെ തന്നെ കർത്താവ് സഭയെക്കുറിച്ച് അതിൻ്റെ ബീജരൂപത്തിൽ നടത്തിയ പ്രസ്താവനയായിരിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നിടത്തൊക്കെയും അവരുടെ മധ്യേ എൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ഭാഗത്തും അവിടെ എഴുതിയിരിക്കുന്നത് മസ്കുലീൻ ജെൻഡറിലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2-3 പുരുഷന്മാർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യം അവരുടെ നടുവിലുണ്ട്. ഇത് വചനത്തിലെ ഒരു രീതിയാണ്. അതുകൊണ്ട് അത് സഭയായിരുന്നില്ല. ത്രോവാസിൽ അപ്പം നുറുക്കിയത് ഒരു കുടുംബ യോഗമായിരുന്നു. അതുകൊണ്ട് കുടുംബത്തിൽ ആണ് അപ്പം നുറുക്കേണ്ടത്, സഭയിലല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നത് വിചിത്രമായി മാത്രമേ എനിക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. യൂത്തിക്കോസ് എന്ന യുവാവിന് ഉറക്കം വന്നു എന്ന് കാണുന്നുണ്ട്. യൂത്തിക്കോസ് വീണു മരിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് യൂത്തിക്കോസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും കാണുന്നുണ്ട്. ഈ ഭാഗത്തെ അസാധാരണമായിട്ടുള്ള അതുല്യമായിട്ടുള്ള സംഭവം എന്താണ്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാലും ഉത്തരം യൂത്തിക്കോസിൻ്റെ മരണമാണ് എന്നുള്ളതായിരിക്കും. അതെ, യൂത്തിക്കോസിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതുവാനായിട്ടാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും കൂടെയുള്ളവരും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ത്രോവാസിൽ കൂടി വന്നത് അപ്പം നുറുക്കുവാനായിരുന്നില്ല. അതായിരുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അവർ യൂത്തിക്കോസിനെ ഉയർപ്പിച്ചു എന്ന് പറയുവാൻ വേണ്ടിയാണ് ആ അപ്പം നുറുക്കലിൻ്റെ കാര്യവും വിളക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും മറ്റു വിവരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വചനം വെളിപ്പെടുത്തിയിരിക്കുന്ന വചനം വ്യാഖ്യാനിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞങ്ങൾ യൂത്തിക്കോസിനെ ഉയർപ്പിക്കാനായി കൂടി വന്നപ്പോൾ എന്നല്ല. കൂടി വന്നതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അപ്പം നുറുക്കുക എന്നുള്ളതായിരുന്നുവെന്ന് ആ വാക്യത്തിൽ വ്യക്തമാണ്.
ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കുവാനായി കൂടി വന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യൂത്തിക്കോസ് എന്ന വ്യക്തി ദീർഘനേരം താൻ ആ മീറ്റിങ്ങിലായിരുന്നപ്പോൾ ഉറങ്ങി. അത് തന്നെ വെളിവാക്കുന്നത് അപ്പോസ്തലന്മാർ അപ്പം നുറുക്കുവാനായിട്ട് കൂടി വന്നു. അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുമ്പോൾ പ്രാഥമികമായിട്ടും ആദ്യമായിട്ടും സംഭവിക്കേണ്ടത് അപ്പം നുറുക്കലാണ്. അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആദ്യം തന്നെ അവർ അപ്പം നുറുക്കി കാണും. അതിനുശേഷം പൗലോസ് പ്രസംഗിച്ച് നീട്ടിയപ്പോൾ സന്ധ്യയായി. പാതിരാവരെ പ്രസംഗം നീണ്ടു. അവിടെ വളരെ വിളക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പാതിരാവരെ പ്രസംഗം നീട്ടുവാനായിട്ട് കഴിയുമായിരുന്നു. അപ്പോൾ കൂടി വന്നവരിൽ ഒരുവനായിരുന്ന യൂത്തിക്കോസ് തനിക്ക് ഉറക്കം വരികയും നീണ്ട ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പ്രസംഗ കേൾവി മുഖാന്തരം തൻ്റെ ശാരീരിക ക്ഷീണം നിമിത്തം താൻ ഉറങ്ങിപ്പോവുകയും വീണ് മരിക്കുകയും ചെയ്തു. പൗലോസ് അവനെ ജീവനുള്ളവനായിട്ട് എടുത്തുകൊണ്ട് വന്നു. അതാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കുവാനായി കൂടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വ്യക്തമാകുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം നാം വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ. 11-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് കൃപാവരങ്ങളെക്കുറിച്ചും അതുപോലെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. സ്നേഹം ആചരിക്കുന്നതും കൃപാവരം ആചരിക്കുന്നതും സഭയിൽ മാത്രം മതി എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോകേണ്ടി വരും. 1 കൊരിന്ത്യർ 11-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ നാം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സഭ കൂടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അത് വിവരിക്കുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെയും 14-ാം അധ്യായത്തിൻ്റെയും ഇടയ്ക്ക് 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാം അധ്യായത്തിൽ സഭയുടെ പൊതുനന്മയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ചും 14-ാം അധ്യായത്തിൽ ആ കൃപാവരങ്ങൾ സഭയിൽ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ക്രമങ്ങളെക്കുറിച്ചുമാണ് പൗലോസ് വിശദമായി പറയുന്നത്. എന്നിട്ട് 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് പൊതുനന്മയ്ക്കായി നൽകപ്പെട്ട കൃപാവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് സ്നേഹത്താൽ വേണം അത് ചെയ്യേണ്ടത്. സ്വാർത്ഥം അന്വേഷിക്കാത്ത, സ്വന്തം നന്മയോ താല്പര്യമോ അന്വേഷിക്കാത്ത, സ്വന്തം കാര്യം നോക്കാത്ത സ്നേഹം, പകരം പൊതുനന്മയ്ക്കായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കത്തക്കോണം വേണം നിങ്ങളിത് ചെയ്യുവാൻ എന്നാണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹത്താൽ ഫലിതമായ മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കത്തക്കവണ്ണം വേണം കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടത്. കൃപാവരങ്ങൾ ഉപയോഗിച്ച് സഭയിലുള്ള മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത്. മറ്റുള്ളവർ കൂടി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അതൊരു പ്രശ്നമല്ല. ഞാൻ കർത്തൃമേശ ആചരിക്കും, എൻ്റെ വീട്ടിൽ ഞാൻ അപ്പം മുറിക്കും എന്ന് പറയുന്നത് ഇതിന് നേരെ ഘടകവിരുദ്ധമാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാം മുറിക്കുന്ന അപ്പം, അതായത് പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യയിലെ വിശ്വാസികളും ചേർന്ന് മുറിക്കുന്ന അപ്പം. ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ എവിടെയാണ്? പൗലോസ് അപ്പോസ്തലൻ ആ സമയത്ത് അവിടെ നിന്നും 130 മൈൽ അകലെയുള്ള എഫസോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എഫസോസിൽ അപ്പോസ്തലനും ജനങ്ങൾ കൊരിന്ത്യയിലും ഇരിക്കുമ്പോൾ അവരൊരുമിച്ച് ഒരപ്പം മുറിച്ചെന്നാണ് പറയുന്നത്. അതങ്ങനെയാണെങ്കിൽ ആ ഞായറാഴ്ച 10 മണിക്കും 12 ഇടയ്ക്ക് ശുഭമുഹൂർത്തത്തിൽ കൊരിന്തിൽ മുറിച്ച അപ്പത്തെക്കുറിച്ചാകാനായിട്ട് സാധ്യതയില്ല. അദ്ദേഹം പറയുന്നത് നാം നുറുക്കുന്ന അപ്പം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം നുറുക്കുന്ന അപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറയുന്നു നാം നുറുക്കുന്ന അപ്പം എന്ന് പറയുമ്പോൾ ബഹുകാതം അകലെ, വളരെ അകലെയുള്ള എഫസോസിൽ ഇരുന്നു കൊണ്ട് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് നാം നുറുക്കുന്ന അപ്പം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത്? എഫസോസിലിരുന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കൊരിന്ത്യയിലിരിക്കുന്നവർ അതേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നത് സാധ്യമാണോ? അപ്പോൾ നാം നുറുക്കുന്ന അപ്പം എന്ന് പറയുന്നത് ഒരപ്പമാണോ? ഇങ്ങനെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്
നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാകുന്നു എന്ന് പറയുമ്പോൾ അവർ കൊരിന്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നുറുക്കുന്ന അപ്പവും ദൂരെയായിരിക്കുന്ന എഫെസോസിൽ ഉള്ള പൗലോസും തൻ്റെ കൂടെയുള്ളവരും അവിടെയുള്ള സ്ഥലം സഭയോട് ചേർന്ന് നുറുക്കുന്ന അപ്പവും രണ്ടും ഒരേ വസ്തുതയാണ് കാണിക്കുന്നത് എന്നതുകൊണ്ടാണ് നാം നുറുക്കുന്ന അപ്പം എന്ന് പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കഴിക്കുന്ന അപ്പത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് കൊരിന്തിലുള്ളവർ കഴിക്കണമെന്ന് പറയുവാനല്ല, അപ്പങ്ങൾ എന്ന് പറയുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നമുക്കറിയാം. മലയാള ഭാഷയിൽ തന്നെ ഞാൻ കഴിക്കുന്ന അപ്പവും നീ കഴിക്കുന്ന അപ്പവും എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. പൗലോസ് നീ പറഞ്ഞെന്ന് വിചാരിച്ചുകൊള്ളുക, നാം കഴിക്കുന്ന അപ്പങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. അതുപോലെ നാം കുടിക്കുന്ന പാനപാത്രങ്ങൾ എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. സഹോദരൻ എന്തായിരിക്കും അഭിപ്രായം പറയുന്നത്? സ്ഥലം സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് ഏറ്റവും അപഹാസ്യമായ ഒരു ഉപദേശമാണത്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് 1,00,000 സഭകളുണ്ടെങ്കിൽ തലയായ യേശുക്രിസ്തുവിന് 1,00,000 ശരീരങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ചില ജാതികളുടെ ദൈവങ്ങൾക്ക് ഒരു ശരീരവും പല തലകളും ഉള്ളതായിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇവർ പറയുന്നത് യേശുക്രിസ്തുവിന് ഒരു തലയും അനേക ശരീരങ്ങളും ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു പഠിപ്പിക്കൽ തിരുവചനത്തിലില്ല. സ്ഥലം സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണോ അതോ സാർവത്രിക സഭയാണോ ശരീരം എന്നുള്ളതാണ് പ്രിയ സഹോദരൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാർവത്രിക സഭ ആണ് ശരീരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നു, അതിനോട് മാത്രം യോജിക്കുന്നു. സാർവത്രിക സഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ളത് ശരിയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകി നമ്മെ എല്ലാവരെയും ഒരു ശരീരമാക്കി തീർത്തു, ക്രിസ്തുവിൻ്റെ ശരീരമാക്കി തീർത്തു ആത്മസ്നാനത്താൽ. ആ അർത്ഥത്തിൽ അത് ശരിയാണ്. എന്നാൽ സ്ഥലം സഭകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ള നിലയിൽ അതിനെ വിശദീകരിക്കുവാനുള്ള ആവേശത്തിൽ അദ്ദേഹം അതിനുവേണ്ടി ഈ വാക്യം ഉപയോഗിക്കുന്നത് ശരിയല്ല. കാരണം ഓരോ സ്ഥലസഭയും ക്രിസ്തുവിൻ്റെ അദൃശ്യമായിരിക്കുന്ന ശരീരമായിരിക്കുന്ന സാർവത്രിക സഭയുടെ ചെറു ചിത്രങ്ങളാണ്, മാനിഫെസ്റ്റേഷൻസാണ്. ഓരോ സ്ഥലസഭയും ആ നിലയിൽ അതത് സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. കൊരിന്തിലുള്ള സ്ഥലം സഭയാകട്ടെ, തിരുവനന്തപുരത്തുള്ള സ്ഥലം സഭയാകട്ടെ, പുനലൂരിലുള്ള സ്ഥലം സഭയാകട്ടെ, ന്യൂയോർക്കിലുള്ള സ്ഥലം സഭയാകട്ടെ, ഈ ഓരോ സ്ഥലം സഭയും ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന പൂർണ്ണ ശരീരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പല ശരീരങ്ങളുണ്ടെന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം അതൊക്കെയും ആ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുവാൻ ഭൂമിയിലുള്ള ഏക ഉപാധിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരം അദൃശ്യമാണ് എന്ന് നമുക്കറിയാം. ഒരു ശരീരമേ ഉള്ളൂ എന്നും വചനം വ്യക്തമാക്കുന്നുണ്ട്. പല ശരീരങ്ങൾ ദൈവം ഉണ്ടാക്കിയിട്ടില്ല, ഒരു ശരീരം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ശരീരത്തെ പ്രതിനിധീകരിക്കുന്ന വിസിബിൾ സിംബൽ എന്ന് പറയുന്നത് എന്താണ്? സ്ഥലം സഭകളാണ്. അതെങ്ങനെ അറിയാം? വചനത്തിൽ അതിന് പ്രമാണമുണ്ടോ? നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നാം വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. അവിടെ അപ്പോസ്തലൻ കൊരിന്ത്യർക്കാണ് എഴുതിയത്. കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഇത് സാർവത്രിക സഭയെക്കുറിച്ചാണോ അതോ പ്രാദേശിക സഭയെക്കുറിച്ചാണോ? പ്രാദേശിക സഭയിലാണെങ്കിൽ ഇത് ശരിയാകും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്നല്ല പറഞ്ഞത്. സഹോദരൻ്റെ വ്യാഖ്യാനം അനുസരിച്ച്
ഒരു പ്രാദേശിക സഭയോട് പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ, ശരീരമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ, ഓരോ ഇൻഡിവിജ്വലും, അവിടെ കൂടുന്ന ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായിട്ട് അവയവങ്ങളുമാകുന്നു. ഇനി അടുത്ത ഒരു വാക്യം കൂടെ നോക്കാം. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം വേഴ്സ് 26 of 1 Corinthians chapter 12. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ ഒരവയവം മാനം നേടുന്നുവെങ്കിൽ അവയവങ്ങൾക്കെല്ലാം കൂടെ അതിൻ്റെ മാനം ലഭിക്കുന്നു. ഇതും സാർവത്രിക സഭയ്ക്ക് ബാധകമാകുകയില്ല. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളെല്ലാം കൂടെ കഷ്ടം അനുഭവിക്കുന്നു. നമുക്കറിയാം സാർവത്രിക സഭ എന്നുള്ളത് മരിച്ച വിശുദ്ധന്മാരും ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരും കൂടെ ചേർന്നതാണ്. സാർവത്രിക സഭ പൂർണ്ണമായിട്ടും ഭൂമിയിൽ ഉണ്ടായിരുന്നത് ഒരു കാലയളവിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ ചിലർ രക്ഷിക്കപ്പെട്ടപ്പോൾ പോലും രക്ഷിക്കപ്പെടാൻ ഉള്ളവരും കൂടെ കർത്താവായ യേശുക്രിസ്തു സഭയെ രക്ഷിക്കാനാണ് വന്നത്. തൻ്റെ സഭയെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. വേറെ വിഷയമാണെങ്കിലും ഞാനത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ലോകത്തുള്ള എല്ലാ വിശുദ്ധനും, മരിച്ചിരിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരും. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ എല്ലാ അവയവങ്ങളും കൂടെ കഷ്ടം അനുഭവിക്കുകയല്ലേ? മരിച്ചവർ ഈ കഷ്ടങ്ങൾ വല്ലതും അനുഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ കൊറോണ വന്ന് ഒരുപാട് പേര് ദുഃഖിച്ചിരിക്കുന്നതുകൊണ്ട് മരിച്ച നമ്മുടെ വിശുദ്ധന്മാരൊക്കെ ദുഃഖിച്ചിരിക്കുകയാണോ? ഒരിക്കലുമല്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരിക്കലുമല്ല. ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ പോലും അന്യോന്യം അറിയുവാനോ അന്യോന്യം സ്നേഹിക്കുവാനോ കരുതുവാനോ ഒരു സ്ഥലം സഭയ്ക്ക് പുറത്തേക്ക് അത് പോകാൻ യാതൊരു വഴികളുമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെയുള്ള സഹോദരന്മാർ ഒരു പക്ഷേ ആർക്കെങ്കിലും മറ്റൊരു പ്രാദേശിക സഭയിലുള്ള സഹോദരന്മാർക്ക് കഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പോയി നോക്കുമായിരിക്കും. എന്നാൽ അതേ സ്ഥലം സഭയിലുള്ളവർ അങ്ങനെയാണോ ചെയ്യുന്നത്? അവർ ദിനം പ്രതി അവരെ വിളിച്ചന്വേഷിക്കുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഒരു കഷ്ടം വരുമ്പോൾ അവരോട് കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ അവിടെ ആ സിറ്റിയിൽ തന്നെയുള്ള മറ്റു സ്ഥലം സഭകൾക്ക് ഉള്ളവർ ഒരുപക്ഷെ ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിക്കുമായിരിക്കും, ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള കരുതലേ ഉള്ളൂ. ഉപചാരപരമായിരിക്കുന്ന ഒരു കരുതൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇനി അവൻ ബ്രദറുകാരനല്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് കഷ്ടമുണ്ടായത് അറിയത്തുപോലുമില്ല. അപ്പോൾ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളെല്ലാം കൂടെ കഷ്ടം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതും നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളുമാകുന്നു എന്ന് പറയുന്നതും സ്ഥലം സഭയെക്കുറിച്ച് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മറ്റൊരു ശരീരമാണ് ഈ സ്ഥലം സഭ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബോഡിയാണ് സ്ഥലം സഭ. അതിൻ്റെ ചെറിയൊരു മാനിഫെസ്റ്റേഷനാണ് സ്ഥലം സഭ. അതുകൊണ്ട് സ്ഥലം സഭയിൽ ഉള്ള ഓരോ വ്യക്തികളും അവയവങ്ങളാണ്. സ്ഥലം സഭ പൊതുവായിട്ട് ഒരു ശരീരമാണ്, ഒരപ്പത്തിൻ്റെ അംശികളാണ്, ഒരു പാനപാത്രത്തിൻ്റെ അംശികളാണ്. ഇനിയും 25-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ ഒരുപോലെ അന്യോന്യം കരുതേണ്ടതിനായി, അത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ശരീരത്തിൽ ഭിന്നത വരാതെ, സ്കിസം വരാതെ അവയവങ്ങൾ ഒരുപോലെ അന്യോന്യം കരുതേണ്ടതിനായി ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ സ്കിസം വരിക എന്ന് പറയുന്നത് ഈ സാർവത്രിക സഭയ്ക്ക് ഒരു സ്കിസവും വരത്തില്ല കേട്ടോ. അവിടെ ഭിന്നതയൊന്നും വരത്തില്ല. സാർവത്രിക സഭയിൽ അവർ തമ്മിൽ വഴക്കാണ്, അങ്ങനെ ഒരു കാര്യം വരത്തില്ല. കാര്യം സാർവത്രിക സഭയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഭൂമിയിലുള്ളൂ. ബഹുഭൂരിപക്ഷം സാർവത്രിക സഭയിലെ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, സഭയുടെ അംഗങ്ങൾ, അവർ പല വിവിധ സഭകളിലുള്ളവരായിരിക്കാം. ബാപ്റ്റിസ്റ്റുകാരായിരിക്കാം, ബ്രദറുകാരായിരിക്കാം, പെന്തക്കോസ്തുകാരായിരിക്കാം. വിവിധ സഭകളിലുള്ള അനേക വിശുദ്ധന്മാർ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവർ തമ്മിൽ യാതൊരു സ്കിസവുമില്ല. അപ്പോൾ സാർവത്രിക സഭയിലല്ല സ്കിസം ഉള്ളത്. സ്കിസം ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാകാറുള്ളത് ഒരു പ്രാദേശിക സഭയിലുള്ളവർ തമ്മിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ഭിന്നത ഉണ്ടാകുന്നത്. അങ്ങനെ ഭിന്നതകൾ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണെന്നും വചനത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ദൈവിക ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഭിന്നത അതിൽ തന്നെ ദൈവികോദ്ദേശമില്ലാത്തതല്ല എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നത് ശരീരത്തിൽ ഭിന്നത വരിക എന്നുള്ളത് സാർവത്രിക സഭയ്ക്ക് സാധ്യമല്ല. സാർവത്രിക സഭയിൽ ഒരിക്കലും ഇത് സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. അവിടെ മെമ്പേഴ്സ് ഷുഡ് ഹാവ് ദ സെയിം കെയർ ഫോർ ഈച്ച് അതർ എന്നാണ് വായിക്കുന്നത്.
മെമ്പേഴ്സ് ഷുഡ് ഹാവ് ദ സെയിം കെയർ ഫോർ ഈച്ച് അതർ. ഇത് സ്ഥലം സഭയിൽ മാത്രമേ പ്രാവർത്തികമാക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. മെമ്പേഴ്സ് ഷുഡ് ഹാവ് ദ സെയിം കെയർ ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് സ്ഥലം സഭയിലല്ലാതെ സാർവത്രിക സഭയിൽ പ്രാവർത്തികമാകുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ. ഓരോ സ്ഥലം സഭയും അതിൻ്റെ ഭൂമിയിലെ അതിനെ പ്രതിനിധീകരിക്കുന്ന അതാത് സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന യൂണിറ്റുകളാണ് ഓരോ സ്ഥലം സഭയും. േണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മാത്രമേ അപ്പം മുറിക്കാവൂ എന്ന് പറയുന്നവർ വേറൊരു സഭയിൽ ചെന്നാൽ ആ സഭയുടെ ഭാഗമായിട്ട് എങ്ങനെ തീരും? അപ്പം കോട്ടയം സഭയിലുള്ള ഒരാൾക്ക് തിരുവല്ല സഭയിലേക്ക് ആ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട് ഈ ശരീരത്തിൽ ചേർക്കപ്പെടാൻ സാധിക്കുമോ? ക്രിസ്തു തലയായിരിക്കുന്ന മാർമിക ശരീരത്തിൻ്റെ ശരീരമാണ് സഭ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ശരീരം എന്ന പ്രയോഗം ജീവൻ്റെ ഐക്യത്തെ കാണിക്കുവാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു സിംബലാണ്, അല്ലെങ്കിൽ ഒരു മെറ്റഫറാണ്. അതിലുദ്ദേശിക്കുന്ന ഏക കാര്യം ക്രിസ്തു എന്ന തലയിൽ നിന്നുള്ള ജീവൻ സഭയാകുന്ന ശരീരത്തിലെ എല്ലാ അംഗങ്ങളിലും വ്യാപരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്തുള്ള പ്രാദേശിക സഭയിൽ നിന്നും ഒരംഗം തിരുവല്ലയിലുള്ള പ്രാദേശിക സഭയിലെത്തി ആ സ്ഥലസഭയോടുകൂടെ തിരുവത്താഴം ആചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, കൂട്ടായ്മയിലുള്ളവരാണെന്നുള്ള ബോധ്യം ആ സഭയ്ക്കുണ്ടെങ്കിൽ ആ സഭ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു അംഗവിച്ഛേദത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. പകരം ഓൾറെഡി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നവരെ അവർ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ പുതിയതായിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒരു സഭയിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോഴും നേരത്തെ ആ സഭയ്ക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരികയില്ലേ? അതുപോലെ തന്നെ ഒരു സഭയിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കപ്പെടുമ്പോഴും ആ സഭയിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി നിർത്തുമ്പോഴും ആ സഭ ഒരു മുടന്തൻ സഭ ആയി മാറുമെന്ന് നമുക്ക് കരുതുവാൻ കൊണ്ട് കഴിയുകയില്ല. അവിടെ ഒരു അംഗവിച്ഛേദം സംഭവിക്കുകയില്ല. സഭ ഒരു കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയുടെ ഐക്യത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ഒരു ബിൽഡിംഗ് ആയിട്ട് ഒരു സഭയെ ചിത്രീകരിച്ചിരിക്കുന്നത്. യൂണിറ്റി ഓഫ് സ്ട്രെങ്ത്. അതുപോലെ തന്നെ സഭയെ ഒരു ശരീരം എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് ലൈഫ്, ക്രിസ്തുവിൻ്റെ ജീവൻ ആ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു എന്ന് കാണിക്കുവാനായിട്ടാണ് സഭയെ ശരീരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. മണവാട്ടിയാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ആ മെറ്റഫർ ഉപയോഗിക്കുമ്പോൾ യൂണിറ്റി ഓഫ് ലവ് കാണിക്കുവാൻ വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. സാർവത്രിക സഭ ഒരു ശരീരമാണ് എന്ന സത്യം സ്ഥലം സഭകളിലൂടെയാണ് പ്രതിഫലിക്കപ്പെടുന്നത്. അങ്ങനെ പ്രതിഫലിക്കണമെങ്കിൽ ഓരോ പ്രാദേശിക സഭകളിലും അംഗമായിരിക്കുന്ന വിശ്വാസികളെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ ആ പ്രാദേശിക സഭ ദൈവവചന പ്രകാരം സ്വീകരിക്കുന്നതിലൂടെയാണ് അത് പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു അംഗവിച്ഛേദനം നടക്കുന്നില്ല. അവർക്ക് ആ സഭയിൽ ആ വ്യക്തിയെ സ്വീകരിക്കുവാൻ കഴിയും. രണ്ടുപേര് ആശുപത്രിയിലായി പോയാൽ അല്ലെങ്കിൽ യാത്രയിലായി പോയാൽ ആ സഭ ചില അവയവങ്ങളില്ലാത്ത ഒരു മുടന്തൻ സഭയായി മാറില്ലേ? ആ മുടന്തൻ സഭയിൽ കർത്തൃമേശ പോലുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? സ്ഥലം സഭയിലല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഒരു സ്ഥലം സഭാ കൂടിവരവ് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത്, നിശ്ചയിക്കപ്പെട്ട സമയത്ത്, അത് നിശ്ചയിക്കപ്പെട്ട ശേഷം ആ സമയമാകുമ്പോൾ എത്ര പേർ കൂടി വന്നു എന്നത് ആ സഭായോഗത്തെ ഒരു നിലയിലും ബാധിക്കുന്നില്ല. ഉദാഹരണത്തിന് 30 പേരുള്ള ഒരു സഭാ കൂടിവരവിൽ 15 പേരെ വന്നുള്ളൂവെങ്കിലും അതൊരു സഭാ കൂടിവരവാണ്. 100% പേരും വന്നെങ്കിലേ അത് ഒരു സഭാ കൂടിവരവാകൂ എന്ന് നമുക്ക് ശഠിക്കുവാൻ തക്കോണം കഴിയുകയില്ല. കടന്നു വരുന്നവർ എത്ര പേരാണെങ്കിലും അവർ ആ സ്ഥലം സഭയെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ഥലം സഭയിലുള്ള മൂപ്പന്മാർ കൂടി വന്ന ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് സഭയുടെ തീരുമാനമായി പരിഗണിക്കപ്പെടുന്നത്. കാരണം അവർ സഭയെ പ്രതിനിധീകരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇന്നത്തെ സഭായോഗത്തിന് പോകുന്നില്ല എന്നൊരു വ്യക്തി തീരുമാനിച്ചാൽ
അതിൻ്റെ ഫലമായിട്ട് ആ കൂടിവരവ് സഭാ കൂടിവരവ് ആകാതെ പോകുകയില്ല. എന്നാൽ അതേസമയം തന്നെ നാം ഓർക്കണം, സഭാ കൂടിവരവുകളെ അലക്ഷ്യമാക്കുന്ന അരുത് എന്നത് ദൈവവചനത്തിലെ കൽപ്പനയാണ്. അങ്ങനെ അലക്ഷ്യമാക്കാതിരിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. അതിന് 2 കാരണങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, സ്ഥലം സഭാ കൂടിവരവുകളാണ് ദൈവം നമ്മുടെ പരിരക്ഷയ്ക്കും ആത്മീയ വർധനവിനും പരിപോഷണത്തിനും ശിക്ഷണത്തിനുമൊക്കെയായി ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ കർത്താവ് തൻ്റെ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മിക വർധനവിന് ആവശ്യമായിരിക്കുന്ന പോഷണം സഭയിൽ നൽകപ്പെടുമ്പോൾ ആ കടന്നു വരാതിരിക്കുന്ന വ്യക്തിക്ക് അത് നഷ്ടം ആയിട്ട് തീരും. രണ്ടാമത്, സഭയിലുള്ള ഓരോ വ്യക്തിക്കും ദൈവം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ കൃപാവരങ്ങളൊക്കെയും പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെട്ട കൃപാവരങ്ങളാണ്. കൃപാവരങ്ങളൊക്കെയും സഭയുടെ ആത്മിക വർധനവിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി കൂടി വരാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നഷ്ടം ആ വ്യക്തിക്ക് മാത്രമല്ല, പൊതുസഭയ്ക്കും ആ വ്യക്തിയുടെ അഭാവം മൂലം ആ വ്യക്തിയുടെ ശുശ്രൂഷയും കൃപാവരം എക്സസൈസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആത്മിക പരിപോഷണവും ആ സഭയ്ക്ക് ലഭിക്കാതെ ഇരിക്കുന്നു. ഒരു രോഗം വന്ന് 2 വ്യക്തികൾക്ക് കടന്നു വരാതെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതും ദൈവം അനുവദിക്കാതെ ഒരു രോഗവും ഒരു സഭയിലുള്ള വ്യക്തിക്ക് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈ ചോദ്യം തന്നെ സ്ഥലം സഭയും സാർവത്രിക സഭയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കാത്തതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ചെറിയാൻ സാറും ശമുവേൽ സാറും സൈലാസ് സി നായർ സാറും അതുപോലെ സഹോദരൻ ജോർജ് കോശിയൊക്കെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു ബുധനാഴ്ച വൈകിട്ട് ചരൽക്കുന്നിൽ വെച്ച് അവർ അപ്പം മുറിച്ച് ആ യോഗം അവസാനിപ്പിച്ച ചരിത്രം നമുക്കുണ്ട്. അതുപോലെ ഒരു കാലായിൽ മത്തായിച്ചന് രോഗിയായി കിടന്നു. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കൂടെ തിരുവത്താഴം എടുക്കണം എന്ന ആഗ്രഹം തോന്നി. അദ്ദേഹം അത് സഭക്കാരെ അറിയിച്ചു. സഭയിൽ നിന്നുള്ള 3-4 സഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് അപ്പം മുറിച്ചതായിട്ട് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ഭവനത്തിൽ ഒരു കിടക്കയ്ക്ക് ചുറ്റും വെച്ച് സൈമൺ സാറിനെ പോലുള്ള മഹാരഥന്മാർ ജീവിച്ചിരുന്ന കാലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ സഹോദര സമൂഹത്തിന് ഞായറാഴ്ച മാത്രമേ സഭയിൽ വെച്ച് മാത്രമേ അപ്പം മുറിക്കാവൂ എന്നുള്ള ദുരുപദേശം ഇല്ല. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, എം.ഇ. ചെറിയാൻ സാറും ടി.കെ. ശമുവേൽ സാറും സൈലസ് സി നായർ സാറും അങ്ങനെയുള്ള കുറച്ച് സാറുമാർ എല്ലാവരും കൂടെ ചരക്കുന്നിൽ ഒരു യോഗം കൂടി. അപ്പോൾ ഈ യോഗത്തിൽ ഉണ്ടായിരുന്ന സൈലസ് സി നായർ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലെ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ഒന്ന് കാണിച്ചേക്കാം. അതിനകത്ത് നോക്കുക സൈലസ് അങ്കിളിൻ്റെ അഭിപ്രായം എന്താണെന്ന്. ഇത് കെട്ടുകഥയാണോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതാണോ എന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ആയിരിക്കാം. ഞാൻ പിന്നെ ഈ സഭായോഗം ക്രമീകരിച്ച ഒരു മൂപ്പൻ ഒരു സ്ഥലം സഭയുടെ നേതൃത്വത്തിലാണ് ക്രമീകരിച്ചതെന്നൊക്കെ പറയുന്നത് കണ്ടു. അതെന്തായാലും നമുക്കൊന്നും ഉണ്ടാകുന്ന പാളിച്ചകൾ വെച്ചല്ല, നാം എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ പാളിച്ചകൾ നമ്മുടെ പ്രമാണമായി മാറുവാൻ പാടില്ല. മനുഷ്യർക്കെല്ലാവർക്കും വീഴ്ചകൾ വരാം, അവരെല്ലാവരും മനുഷ്യരാണ്. ഏത് മനുഷ്യൻ പറഞ്ഞാലും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾക്ക് നിരപ്പ് ആയിട്ട് പോയില്ലെങ്കിൽ, അതിനനുസാരമായിട്ട് ആ സത്യം പ്രസ്താവിച്ചില്ലെങ്കിൽ, ആ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, ഇന്ന വ്യക്തി ചെയ്തുകൊണ്ട്, അത് കെ.വി. സൈമൺ സാർ ആകട്ടെ, ജയൻ ഡാർബി ആകട്ടെ, അതിനെക്കാട്ടിൽ വലിയ വ്യക്തിയാകട്ടെ, മനുഷ്യർ അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമാകുമ്പോൾ അതൊക്കെ വുഡ്, ഹേ ആൻഡ് സ്റ്റബിൾ, വെറും വൈക്കോൽ, മരം പുല്ല് വൈക്കോൽ, അതിന് തുല്യം മാത്രമാണ്. ആ അഭിപ്രായങ്ങൾക്കൊന്നുമല്ല വില. ദൈവത്തിൻ്റെ വചനത്തിന് എന്ന ത്രാസിൽ അതൊക്കെ പൊങ്ങിപ്പോകും. എത്ര പ്രഗത്ഭന്മാർ ലോകത്തിൽ ഇന്നേ വരെ ജനിച്ചിട്ടുള്ള പ്രഗത്ഭന്മാരെല്ലാവരും കൂടെ ഒരു ത്രാസിൽ കയറി നിന്നാലും മറ്റേ ത്രാസിൽ ദൈവത്തിൻ്റെ വചനം വെച്ചാൽ ദൈവവചനം എന്ന ത്രാസ് എപ്പോഴും താഴ്ന്നിരിക്കും. എത്ര വൈക്കോലും കച്ചിത്തിരുമ്പും വെച്ചാലും മറ്റേ ത്രാസ് താഴെയില്ല.
അത്രമാത്രം പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേര് പറഞ്ഞ വ്യക്തികളൊന്നും പ്രഗത്ഭന്മാരല്ലെന്നോ ആദരിക്കപ്പെടേണ്ടവരല്ലോ അല്ല എന്നോ ഞാൻ പറയുന്നില്ല. അവരൊക്കെ ഇത് ചെയ്തോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാര്യം സൈലസ് അങ്കിളിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു കാലത്തും ചെയ്യാൻ പാടില്ല എന്ന് തന്നെ. പുസ്തകം സാറ് വളരെ ഉപദേശ നിശ്ചയമുള്ള വ്യക്തിയായിരുന്നു. ഈ പേര് പറഞ്ഞ വ്യക്തികളൊക്കെ ഉപദേശത്തിൽ നിശ്ചയമുള്ള വ്യക്തികളായിട്ടാണ് ഞാൻ അവരെ മനസ്സിലാക്കുന്നത്. അവരൊന്നും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പേരുകൾ പറഞ്ഞതുകൊണ്ട്. എന്നാൽ ഇതോടൊപ്പം സഹോദരൻ പറഞ്ഞ മറ്റൊരു കാര്യം, കാലായിൽ മത്തായിച്ചൻ അദ്ദേഹം വളരെ രോഗിയായി അത്യാസന്ന നിലയിൽ ഭവനത്തിലായിരുന്നു. സഭായോഗങ്ങൾക്ക് പോകാതെ വന്നപ്പോൾ തനിക്കൊരു ആഗ്രഹമുണ്ടായി, ഒരാഴ്ച കൂടെ ഒന്ന് അപ്പം മുറിക്കണം മരിച്ചു പോകുന്നതിന് മുമ്പേ. അപ്പോൾ സൈമൺ സാർ ഉൾപ്പെടെയുള്ളവർ ആ ഭവനത്തിൽ സഭായോഗം വെച്ചു എന്ന് പറയുന്നതിൽ ഞാൻ യഥാർത്ഥത്തിൽ അതിനകത്ത് ഒരു സഭായോഗമാണ്, സഭായോഗത്തിൻ്റെ ക്രമങ്ങൾ പാലിച്ച് ആണത് ചെയ്തതെങ്കിൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇനിയും സഭായോഗത്തിൽ അപ്പോസ്തലന്മാർ കാണിച്ചു കൊടുത്തതോ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കൽപ്പനകൾ അവർ ലംഘിച്ചുവെങ്കിൽ KV സൈമൺ സാർ ആണെങ്കിലും അത് തെറ്റിപ്പോയി. പക്ഷേ ഈ പറഞ്ഞത് വെച്ച് എനിക്ക് അത് KV സൈമൺ സാർ ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് അവിടെ പോയി മീറ്റിംഗ് നടത്തുമെന്നോ ഒരു കുടുംബത്തെ കൊണ്ട് പോയി അവിടെ കർത്തൃമേശ ആചരിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുകയില്ല. അത് ഒരു പൂർണ്ണ സഭയായിരിക്കും. അതല്ല അങ്ങനെ ചെയ്തെങ്കിൽ അത് തെറ്റായിപ്പോയി. അതിനെന്താ സംശയം? അല്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നവർ എന്താണ് ചെയ്യേണ്ടത്? YMF-കാർ ചെയ്യുന്നത് തെറ്റാണോ? തീർച്ചയായിട്ടും അല്ല. അതുപോലെ ബാലസംഘക്കാരും അനേക ക്യാമ്പുകളിൽ തിരുവത്താഴം എടുത്തതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഇതുപോലുള്ള സംഘടനകളും ഇന്നും ഈ ശുശ്രൂഷകൾ ക്യാമ്പുകളിലും മറ്റും നടത്തുന്നുണ്ടെങ്കിൽ ഈ ഉപദേശം നമ്മുടെ ബ്രദറൻ വാദികൾക്ക് എവിടുന്നാണ് കിട്ടിയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ അവർ വളരെ ത്യാഗം ചെയ്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർ പല ആഴ്ചകൾ അവിടെ കേരളത്തിൽ നിന്നാണ് ഈ ടീം പോകുന്നത്. ആ ടീമിന് അല്പസ്വല്പം സപ്പോർട്ടുകളൊക്കെ ചെയ്യാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ടീമുകളെ ഞാൻ പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് ഓർത്തിട്ടുണ്ട്. ഞാൻ അവരെ സ്നേഹിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, YMF ടീമായാലും SBS ടീമായാലും ഏതെങ്കിലും ഒരു സ്ഥലം സഭയായാലും തെറ്റ് ചെയ്താൽ തെറ്റും ശരി ചെയ്താൽ ശരിയുമാണ്. ദൈവം YMF ടീമിനെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യണം. ദൈവം ഒരു സംഘടനയായിട്ടല്ല അവരെ കാണുന്നത്, ഒരു വ്യക്തികളുടെ കൂട്ടങ്ങളായിട്ടാണ് അവരെ കാണുന്നത്. ദൈവം സംഘടനയൊന്നും ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ട് ദൈവത്തിന് YMF ടീമിന് ഇവിടെ ഒരു സ്ഥാനം, ടീം പ്രസിഡന്റിന് ഇങ്ങനെ ഒരു സ്ഥാനം, ടീം സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം, ട്രഷററിന് ഇങ്ങനെ ഒരു സ്ഥാനം, അങ്ങനെയൊന്നും ദൈവം നൽകാൻ പോകുന്നില്ല. അവർ ഇൻഡിവിജ്വലായിട്ട് അവർ കളക്റ്റീവായിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് അവർ ചെയ്ത അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർക്ക് ദൈവം റിവാർഡ് നൽകട്ടെ. എന്നാൽ YMF ടീം നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവർ ഓരോ ആഴ്ചയിലും തിരുവനന്തപുരത്ത് വന്ന് ആരാധിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എറണാകുളത്ത് വന്ന് ആരാധിക്കേണ്ട ആവശ്യമില്ല. അവർ പോകുന്നതിന് ഏറ്റവും അടുത്ത സ്ഥലത്ത് അവർ കർത്തൃമേശ ആ സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ അവർ ഏറ്റവും അടുത്ത സ്ഥലത്ത് മടങ്ങി വന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ടുള്ള ഒരുക്കത്തോടു കൂടി വേണം അവർ പോകുവാൻ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സഭയുടേതാകട്ടെ വ്യക്തികളുടേതാകട്ടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും അൾട്ടിമേറ്റ് ഗോൾ സഭയില്ലാത്ത സ്ഥലങ്ങളിൽ സഭയുണ്ടാകുക, സഭയുള്ള സ്ഥലങ്ങളിൽ ആ സഭയോട് വ്യക്തികളെ ദൈവം ആഡ് ചെയ്യുക. അതിനുവേണ്ടിയാണ്. ആ വ്യക്തികൾക്ക് ആരെയും രക്ഷിക്കപ്പെടുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം ഇലക്ട് ചെയ്തവരെ, ദൈവം രക്ഷിക്കുന്നവരെ, ദൈവം സഭയോട് ചേർക്കുന്നവരെ, ദൈവിക പ്രവർത്തനത്താൽ കൺവേർഷൻ നടക്കുന്നവരെ ദൈവം സഭയോട് ചേർക്കുവാൻ തക്കൊണ്ടുമുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും നടക്കുന്നത്. YMF-ഉം ആ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ആകയാൽ അവർ പോകുമ്പോൾ ഒരു വ്യക്തി ആ കൂട്ടത്തിൽ ടീമിലുള്ള ഒരാൾ വില്ലിങ്നെസ് ഉള്ളവരായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ സ്ഥലത്ത് തന്നെ തുടർവേല ചെയ്യുവാൻ, അറ്റ്ലീസ്റ്റ് ആ സ്ഥലസഭ മെച്ചൂർ ആകുന്നത് വരെ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനുള്ള പ്രിപ്പറേഷനോടുകൂടെ പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അവിടെ ആ ശുശ്രൂഷയിൽ ആക്കി ഫലമേൽപ്പിച്ച് ആ വ്യക്തി ആ സ്ഥലത്ത് തന്നെ ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരുമിച്ച് ഒരു സ്ഥലം സഭയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് മടങ്ങി വരണം. അങ്ങനെ ഒരു വ്യക്തി ഒരാഴ്ചക്കുള്ളിൽ രക്ഷിക്കപ്പെട്ട് വരണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ മടങ്ങി ഏറ്റവും അടുത്ത സിറ്റിയിലേക്ക് പോവുക, അവിടെയുള്ള സഭയോടൊപ്പം ആരാധിക്കുക. അതിനുശേഷം അടുത്ത മൺഡേ മോർണിംഗ് മുതൽ പിറ്റേ ആഴ്ച വരെ അവിടെ പ്രവർത്തിക്കുക. ഫലമുണ്ടായില്ലെങ്കിൽ പിന്നെയും അത് തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യണം. ഒരു കാര്യം,
ഇവർ പറയുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവർ അപ്പം മുറിക്കാൻ കൂടി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ തൊട്ടു മുമ്പേ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദന്മാരുടെ ഉത്സവമായിരുന്നതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനും കൂട്ടുകാരും ഫിലിപ്പിയയിൽ തന്നെ തങ്ങി എന്നാണ് ആ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ചൊവ്വാഴ്ചയോ മറ്റോ അവർ യാത്ര ചെയ്തു. 2-ാം ദിവസം, അതായത് തിങ്കളാഴ്ച ത്രോവാസിലെത്തി എന്ന് വേണം അവിടുത്തെ സമയക്രമം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് അപ്പോസ്തലനോട് ചോദിക്കാം, അപ്പോസ്തല, ഈ ഞായറാഴ്ച അങ്ങ് കപ്പലിൽ യാത്ര ചെയ്തത് എന്തിനാണ്? അങ്ങേ ഞങ്ങൾ മുടക്കട്ടെ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ഉത്തരം എന്തായിരിക്കും? ഈ കാര്യം ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. ഈ വീഡിയോയുടെ തന്നെ ആരംഭ ഭാഗത്ത് ഇതിനെക്കുറിച്ചുള്ള വിശദമായിരിക്കുന്ന വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, ത്രോവാസ് എന്ന് പറയുന്ന ഗ്രീക്ക് പട്ടണമാണ്. അവിടെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തന്നെയാണ്. യഹൂദന്മാരുടെ പ്രമാണമൊന്നും അവിടെ നടപ്പില്ല. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവിടെയുള്ള സഭയിൽ കർത്താവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കർത്തൃ ദിവസത്തിൽ താൻ കപ്പലിലായിരുന്നു എന്ന് 5 ദിവസത്തെ യാത്രയാണ് താൻ ചെയ്തത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ത്രോവാസിൽ അവരോടൊപ്പം ആരാധിച്ചു. മാത്രമല്ല, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ തന്നെ ലേഖനങ്ങളിലൂടെ സഭായോഗങ്ങൾ അലക്ഷ്യമാക്കരുതെന്ന് സഭയെ പ്രബോധിപ്പിച്ച വ്യക്തിയാണ്. താൻ അത് ഊന്നി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, കൊരിന്ത്യ ലേഖനത്തിലൂടെ സഭയെന്ന ശരീരത്തെ, അതുപോലെ സഭയുടെ കൂടിവരവിൽ മാത്രം കർത്തൃമേശ ആചരിക്കുന്ന പ്രമാണം വ്യക്തമായ നിലയിൽ പഠിപ്പിച്ച അപ്പോസ്തലൻ ഒരിക്കലും താൻ തന്നെ പഠിപ്പിച്ച പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയില്ല. നമുക്കൊരു ഭാഗം നോക്കാം. തിമോഥെയോസിന് അപ്പോസ്തലൻ 2-ാം കാരാഗ്രഹവാസത്തിൽ ഇടയിൽ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്, അത് കഠിന തടവായിരുന്നു, ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ താന് പറയുന്നത്, ത്രോവാസിൽ ഞാൻ വിട്ടേച്ചു പോന്ന എൻ്റെ പുതപ്പും എൻ്റെ ചർമ്മലിഖിതവും എൻ്റെ പുസ്തകങ്ങളും കൂടെ നീ കൊണ്ടുവരണം. തിമോഥെയോസിനോട് തനിക്ക് പറയാമായിരുന്നു, നീ വരുമ്പോൾ അല്പം വീഞ്ഞും കൂടെ കൊണ്ടുവന്നാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എല്ലാ ദിവസവും അല്പം കർത്തൃമേശ ആചരിക്കാം, അല്ലെങ്കിൽ കുറച്ച് അപ്പവും വീഞ്ഞും കൂടെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരണമെന്ന് അപ്പോസ്തലന് പറയാമായിരുന്നു. കഠിനമായിരിക്കുന്ന ശിക്ഷയിലാണ് 2-ാം തടവിൽ കാരാഗ്രഹവാസത്തിൽ അപ്പോസ്തലനായിരുന്നത്. തൻ്റെ മേൽ ഉണ്ടായിരുന്ന കുറ്റം വളരെ ഗുരുതരമായിരിക്കുന്ന കുറ്റം ആരോപിച്ചാണ് തന്നെ കാരാഗ്രഹത്തിലാക്കിയത്. എന്നിട്ടും ആ സമയത്ത് താൻ ആവശ്യപ്പെട്ടത് തൻ്റെ പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും പുതപ്പും മാത്രമാണ്. 1927 ആംഗ്ലിക്കൻ സഭയിലെ പുരോഹിതനായ ഡാർബിയും ക്രോണിനും അതുപോലെയുള്ള ആദ്യകാല ബ്രദറൻ വിശ്വാസികളോടൊത്ത് ഒരു പുരോഹിതനായിരിക്കെ തന്നെ ഒരുമിച്ച് അപ്പം മുറിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പറയുമ്പോൾ ചിലർ പറയും അത് ആദ്യകാലമായതുകൊണ്ട് അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന്. അല്ല, ഈ ഉപദേശം അവരുടെ ഉപദേശ സംഹിതകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആംഗ്ലിക്കൻ ചർച്ചിലെ പുരോഹിതനായിരുന്ന ജെ.എൻ. ഡാർബി, അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ബ്രദറൻ സഭ മുറുകെ പിടിച്ചിരിക്കുന്ന ചില സത്യങ്ങൾ, പല സത്യങ്ങളും അന്ന് നമ്മളൊന്നും ജീവിച്ചിരിപ്പില്ല. അന്ന് അദ്ദേഹമാണ് ഈ ബ്രദറൻ സഭയിൽ മുന്നോട്ട് വന്ന ആദ്യ പിതാക്കന്മാരിൽ ഒരാളാണ് എന്നുള്ള കാര്യം നാം അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ചെയ്ത തെറ്റുകൾ തന്നെയാണ്. കാര്യം അതിന് ദൈവം ഏറെ ലഭിച്ചവന് ഏറെ അടി ലഭിക്കുമെന്നൊരു പ്രമാണം വേദപുസ്തകത്തിലുണ്ട്. അന്ന് ലൈറ്റ് ഇല്ലായിരുന്ന നാളുകളിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ നമുക്ക് ആർക്കും കുറ്റപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. അന്ധകാര കാലങ്ങളിൽ ലോകം മുന്നോട്ട് പോയപ്പോൾ, സഭ മുന്നോട്ട് പോയ നാളുകളിൽ അദ്ദേഹം പൗരോഹിത്യം ഊരിവെക്കാതെ തന്നെ വന്ന് അപ്പം മുറിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ വെളിച്ചമനുസരിച്ച് അദ്ദേഹം ചെയ്തു. അന്ന് അത് ചെയ്തത് വലിയൊരു കാര്യമാണ്. സ്നാനപ്പെടാതെ അദ്ദേഹം കർത്തൃമേശ എടുത്തു, സ്നാനപ്പെടാതെ സഭാംഗമായിട്ട് തുടർന്നു. എന്നാൽ ജെ.എൻ. ഡാർബി അപ്പോസ്തലനല്ലായിരുന്നു, ജെ.എൻ. ഡാർബി കർത്താവല്ലായിരുന്നു, ജെ.എൻ. ഡാർബി നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. ജെ.എൻ. ഡാർബി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ പ്രമാണമല്ല നാം പിന്തുടരേണ്ടത്. അപ്പോസ്തലന്മാരുടെ പ്രമാണം വിട്ട് നടക്കരുതെന്നേ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. പിന്നെ വരുന്ന നമുക്ക് മുമ്പാകെ മാതൃകയായിട്ടും മാതൃകയല്ലാതെയും ജീവിച്ചവരുടെയൊക്കെ പ്രമാണങ്ങൾ, ട്രഡിഷൻ നാം ഫോളോ ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. ഇതുപോലെ
നമ്മളുടെ ഇടയിലെ ഏറ്റവും നല്ല ഒരു പണ്ഡിതനായ A.P. ഗിബ്സ് അപ്പം മുറിക്കലിനെ കുറിച്ചൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഭയിൽ മാത്രമേ ഇത് മുറിക്കാവൂ എന്ന് പറയുന്നത് ശരിയല്ല. A.P. ഗിബ്സ് എന്നുള്ള ഏറ്റവും നല്ല ഒരു ഗ്രന്ഥകാരൻ എന്ന് പ്രിയ സഹോദരൻ പറയുന്നു. അതുപോലെ അതിനേക്കാൾ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെട്ട എത്രയോ ഗ്രന്ഥകാരന്മാർ ബ്രദറുകാരുടെ എഴുത്തുകാരായിട്ട് ഇയർലി പിതാക്കന്മാരായിട്ടുള്ളവരുണ്ട്. അവരെല്ലാവരും എഴുതിയിരിക്കുന്നത് കർത്തൃമേശ സഭായോഗങ്ങളിൽ തന്നെ നടക്കണമെന്നല്ലേ, സഭകളിൽ തന്നെ ആചരിക്കണമെന്നല്ലേ, കർത്താവിൻ്റെ ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണെന്നല്ലേ അവരൊക്കെ എഴുതിയിരിക്കുന്നത്. സൈലസ് സി നായർ കേരളത്തിൽ നിന്ന് അങ്ങനെ എഴുതിയിട്ടില്ലേ? വലിയ പിതാക്കന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഒരു വലിയ നിര തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെ അത് പഠിപ്പിച്ചിട്ടില്ലേ? അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോൺ ട്രോൾ, W.E. വൈൻ, J.C. റൈൽ, നോർമൻ ക്രോഫോർഡ് തുടങ്ങിയ അന്തർദേശീയ എഴുത്തുകാർ, വിദേശങ്ങളിലുള്ള മിഷണറിമാർ, എഴുത്തുകാർ, പണ്ഡിതന്മാർ, ഇവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാവരും പറയുന്നത് ആൽഫ്രഡ് ഗിബ്സ് എഴുതിയിട്ടുണ്ട്. കർശനമായ നിയമങ്ങൾ പറഞ്ഞാണോ ആളുകളെ അതിൻ്റെ ഉള്ളിൽ നിർത്തേണ്ടത്? തീർച്ചയായിട്ടുമല്ല. അതിനു പകരം അവിടുത്തെ മൂപ്പന്മാരും ശുശ്രൂഷക്കാരും സുവിശേഷകന്മാരും എല്ലാം തന്നെ ആത്മീക പക്വതയുള്ളവരും വചനനിശ്ചയമുള്ളവരും നീതിബോധമുള്ളവരും ആയിരിക്കണം. അവിടുത്തെ വിശ്വാസികളൊക്കെ തന്നെ ആത്മീകരായിരിക്കണം, നീതിബോധമുള്ളവരായിരിക്കണം, വചന നിശ്ചയമുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ സഭയിലുള്ളവരെല്ലാം സഭയിൽ നിൽക്കും. മാത്രമല്ല സഭയിൽ പുതിയതായിട്ടുള്ള ആളുകൾ വരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ നീതിബോധമുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം, വചന നിശ്ചയമുള്ളവരായിരിക്കണം, ഇതൊക്കെ പ്രമാണമല്ലേ, കൽപ്പനയല്ലേ, വചനത്തിലുള്ള കാര്യമല്ലേ? അപ്പോൾ വചനത്തിലുള്ളത് സെലക്റ്റീവ് ആയിരിക്കണമെന്നാണോ സഹോദരൻ പറയുന്നത്? മറ്റ് പല പ്രമാണങ്ങളും കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ കൽപ്പിച്ച മറ്റ് പ്രമാണങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണോ പറയുന്നത്? ദൈവവചനപ്രകാരം വചനത്തിലെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ഉപദേശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ജീവിതത്തിലും വിട്ടുവീഴ്ചയാവും. ഈ സഭകളെല്ലാം ക്ഷയിക്കുന്നത് വളരെ സ്ലോലിയാണ്. ദേ വിൽ ടേക്ക് എ സ്മോൾ ഡീവിയേഷൻ. സാഹചര്യങ്ങൾ വരുമ്പോൾ ചെറിയൊരു ഡീവിയേഷൻ എടുക്കും. ആ ഡീവിയേഷൻ കാലങ്ങൾ കഴിയുമ്പോൾ വളരെ വിദൂരതയിൽ നിങ്ങളെ എത്തിക്കും. ദൈവിക പ്രമാണങ്ങളിൽ നിന്നും അകലെ അകലെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഈവൻ സ്ലൈറ്റസ്റ്റ് ഡീവിയേഷൻ ഫ്രം വാട്ട് ദ അപ്പോസ്റ്റൽസ് ടോട്ട് യു, അപ്പോസ്റ്റലന്മാർ നിങ്ങളെ പഠിപ്പിച്ച പ്രമാണങ്ങളിൽ നിന്നും ഒരു ശകലം പോലും ഡീവിയേറ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. രണ്ടാമത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൺവിക്ഷൻ സാഹചര്യം അനുസരിച്ച് മാറുന്ന ഒന്നല്ല. അങ്ങനെയല്ല വചനം പറഞ്ഞിരിക്കുന്നത്. ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞിടലുന്ന ശിശുക്കളായിരിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. ഓരോ സാഹചര്യം വരുമ്പോൾ ഉപദേശം പാറ്റുക. ഇന്ന് കോവിഡ് വന്നപ്പോൾ ഉപദേശങ്ങൾക്കൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തു, നാളെ അതൊരു പ്രമാണമായിട്ട് മാറി. അന്ന് കോവിഡ് ചെയ്തല്ലോ, ഇന്ന് സഹോദരൻ പറയുന്നില്ലേ, സൈലസ് സി നായർ അങ്കിളും ഇന്ന സാറും ഒക്കെ ചേർന്ന് കർത്തൃമേശ ആചരിച്ചു എന്ന് പറയുന്നില്ലേ? അന്ന് പറയും, ഓ അന്ന് കോവിഡ് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും ഇതിനേക്കാൾ അപ്പുറമായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് പറയും. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് വരുമ്പോൾ പറയും സ്നാനം ആവശ്യമില്ല, എയർ ബ്ലോ ചെയ്താൽ മതി. അത് വെള്ളം ബ്ലോ ചെയ്യണമെന്നൊന്നുമില്ല, ഒഴിക്കണമെന്നൊന്നുമില്ല. ഒരു ബ്ലോവർ വെച്ചിട്ട് ആളുകളുടെ മേളിലോട്ട് കുറച്ച് വായു വീശിയാൽ മതി എന്നൊരു പക്ഷെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാറ്റ്, ഉപദേശത്തിൻ്റെ കാറ്റ് നമ്മളെ എടുത്തുകൊണ്ട് പോകാതിരിക്കട്ടെ. ഡ്രിഫ്റ്റിംഗ് നമുക്ക് നടക്കാതിരിക്കട്ടെ. ഒരു സ്ഥലത്ത് നിന്ന് നാം ഡ്രിഫ്റ്റ് അവേ ചെയ്ത് പോകാതിരിക്കട്ടെ. നമ്മുടെ കൺവിക്ഷൻസ് നാം മുറുകെ പിടിക്കണം. വചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൺവിക്ഷൻസ് അത് സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്നതല്ല. അങ്ങനെ മാറുവാൻ പാടില്ല. നമുക്ക് സ്ഥിരമായൊരു കൺവിക്ഷൻ വേണം. അപ്പോൾ ദൈവം നമുക്ക് സാഹചര്യങ്ങളെ അനുകൂലമായി തരും. ആ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക വേണ്ടത്. അപ്പോൾ ഉപദേശത്തിൽ നമ്മൾ സ്ഥിരതയുള്ള ആയി ഇരിക്കുന്നത് മറ്റേതിനോടൊപ്പം
സഹോദരൻ പറഞ്ഞ ലിസ്റ്റിലുള്ള കരുണയുള്ളവരായിരിക്കണം, ബദനിച്ഛയുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞതിനോടൊപ്പം മൂപ്പന്മാർക്കുണ്ടായിരിക്കേണ്ട അവശ്യ യോഗ്യതയാണ് വചനം പഠിപ്പിക്കുന്നവരായിരിക്കണം. വചനം ശക്തിയോടെ പഠിപ്പിക്കണം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പ്രമാണങ്ങളെ വിട്ടുകളയാതെ അതിൽ തുടരുവാനായിട്ട് സഭാംഗങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം വാതിലുകൾ വിശാലമല്ലെന്ന് കണ്ടുകൊണ്ട് കുറച്ച് പേരൊക്കെ പോകുമായിരിക്കും. രക്ഷിക്കപ്പെടാത്തവരൊക്കെ സഭയിൽ നിന്ന് പോകുന്നത് നല്ലതാണ്. അപ്പം ഈ വാതിലുകൾ തുറന്നു വെച്ചിട്ട് ഒരുപാട് പേര് കൂടി വന്നിട്ടൊന്നും കാര്യമില്ല. ആയിരിക്കുന്നതും അവർ കൂടുതൽ ആത്മീകരായിരിക്കുന്നു. അത് സഭയുടെ വളർച്ചയെ സഹായിക്കത്തേയുള്ളൂ. ഒരു വ്യക്തി, ഒരു കുടുംബം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് സഭയെ ക്ഷയിപ്പിക്കുന്നില്ലല്ലോ. ഒരു വീട്ടിലിരുന്ന് വചനം ശുശ്രൂഷിക്കുന്നതുകൊണ്ട് സഭയെ ക്ഷയിപ്പിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ച സകല സൃഷ്ടിയെയും ശിഷ്യരാക്കുവീൻ എന്നുള്ള കൽപ്പന പലരെ ഉപദേശിക്കുക വഴി ഒരു വ്യക്തിയും ഒരു സഭയെയും ക്ഷയിപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ദൈവം അനുവദിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സഭ ക്ഷയിക്കുകയല്ല, വളരുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഹ്യൂമൻ ഐഡിയ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവത്തെ സഹായിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് വച്ചേക്കുന്ന പ്രമാണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. സഭ ക്വാളിറ്റിയിലാണ് വളരേണ്ടത്. ക്വാളിറ്റിയിൽ സഭ വളരുമ്പോൾ ക്വാണ്ടിറ്റിയുടെ കാര്യം ദൈവം നോക്കിക്കോളും. When we lose our quality, we may lose our quantity also. Eventually that will happen. Even if quantity increases, there is no use of it. നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ദൈവം ക്വാണ്ടിറ്റി ദൈവം നോക്കിക്കോളും. ദൈവത്തിന് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി കൊണ്ട് സഭയെ കർത്താവ് അനുഗ്രഹിക്കും. അതിനേക്കാൾ ആവശ്യത്തിലധികം ക്വാണ്ടിറ്റി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ മതി. ദൈവം ആ കാര്യങ്ങൾ നോക്കിക്കോളും. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ മതി. ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സഭയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സഭയായിട്ട് കൂടി വരണം. നിങ്ങൾ കൂടി വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന് പറഞ്ഞാൽ കൂടി വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അപ്പം നുറുക്കല. അപ്പം നുറുക്കൽ യോഗത്തിൽ നിന്ന് അപ്പം നുറുക്കത്തിനെയും അടർത്തി മാറ്റുവാനായിട്ട് എന്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഇങ്ങനെ നമ്മുടെ വാതിലുകൾ വിശാലമായി ആക്കി തീർക്കുകയും സകല പറവകൾക്കും ആകാശത്തിലെ പറവകൾക്കും വന്നു പാർക്കുവാൻ ബൃഹത്തായ ഒരു വൃക്ഷമായിട്ട് സഭ വളരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഹിതമാണോ? അങ്ങനെ വളർന്ന സഭകളുടെ ഇന്നത്തെ അവസ്ഥ നാം കാണുന്നില്ലേ? അവിടെ ഇല്ലാത്ത ഉപദേശങ്ങളില്ല. അവരെ ഓരോരുത്തൻ ബോധിച്ച പോലെ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവസഭയിൽ ഉണ്ടാകാതിരിക്കട്ടെ, സഹോദര പ്രസ്ഥാനത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, സഹോദരന്മാരുടെ ഇടയിൽ സംഭവിക്കാതിരിക്കട്ടെ. കേട്ടു. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുക എന്നുള്ള വാക്യം അപ്പോസ്തലപ്രവൃത്തി 2:47. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇനി നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 41 വാക്യം വായിക്കുമ്പോൾ 2:41 വായിക്കുമ്പോൾ അവന്റെ വാക്ക് കേട്ടവർ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പൊ സ്നാനത്തിലൂടെ അവരോട് ചേരുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ അവരോട് എന്ന് പറഞ്ഞേക്കുന്നത് അത് സാർവലൗകിക സഭയോട് തന്നെയാണ്. അല്ലാണ്ട് സ്നാനത്തിലൂടെ സ്ഥലം സഭയോട് ചേരുക എന്നൊരു കൽപ്പന ബൈബിളിലെങ്ങും നമ്മൾ കാണുന്നില്ല. തിരുവത്താഴത്തെ പോലെ തന്നെ പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ട മറ്റൊരു ഓർഡിനൻസ് ആണ് സ്നാനം എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നാം കേട്ടത് ഒരുവൻ സ്നാനപ്പെടുമ്പോൾ സാർവലൗകിക സഭയോട് ചേരുന്നുവെന്നാണ്. കർത്താവിൻ്റെ സഭ സാർവത്രികമാണ്, സാർവലൗകികമല്ല. സാർവലൗകിക സഭ എന്ന ആശയം കാത്തോലിക്ക സഭയുടെ ആശയമാണ്. കർത്താവിൻ്റെ സഭ കാത്തോലികമല്ല, ഡിസ്പെൻസേഷണലാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ നിമിഷം കർത്താവ് അവനെ സഭയോട് ചേർക്കുന്നു, സാർവത്രിക സഭയോട് ചേർക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-46 വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. സ്നാനപ്പെടുന്നത് കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് കൽപ്പനയുടെ അനുസരണമാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ കൽപ്പന അനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് സഭയോട് ചേർക്കുമെങ്കിൽ പിന്നെ സ്നാനപ്പെടുക എന്നൊരു പ്രക്രിയ സഭയോട് ചേരുവാൻ ആവശ്യമുണ്ടെന്ന് പറയുന്നതിലെ സാങ്കത്യം എന്താണ്? യഹൂദന്മാർ പരിച്ഛേദന കൂടെ ചെയ്താലേ രക്ഷിക്കപ്പെടൂ എന്ന് വാദിച്ചതുപോലെ സ്നാനം കൂടി കഴിഞ്ഞാലേ രക്ഷിക്കപ്പെടൂ എന്നാണ് ഈ വാദത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ന്യായം. അതായത് രക്ഷയ്ക്ക് സ്നാനമെന്ന പ്രവൃത്തി കൂടെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. സോളാ ഫിഡേ, വിശ്വാസത്താൽ മാത്രം
എന്ന റിഫോംഡ് ചർച്ചിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്നുള്ള ഒരു പിന്മാറ്റമായിട്ട് ഇതിനെ കാണുവാൻ കഴിയും. ഒരിക്കലും സ്നാനം എന്നത് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നില്ല. എന്നാൽ പ്രാദേശിക സഭകളിൽ രക്ഷിക്കപ്പെടുന്നവരെ സ്നാനത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പം മുറിക്കലിലേക്ക് സ്വീകരിക്കുന്നത്. കാരണം കൽപ്പനാ ലംഘനം ഉള്ളിടത്ത് കൂട്ടായ്മ അനുഭവിക്കുവാൻ കൊണ്ട് കഴിയുകയില്ല. ഈ നാളുകളിൽ ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് A.P. ഗിബ്സ് എഴുതിയ ദ ലോർഡ്സ് സപ്പർ എന്നുള്ള പുസ്തകം. അതാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. A.P. ഗിബ്സ് എഴുതിയ ദ ലോർഡ്സ് സപ്പർ. അതിൻ്റെ 113 പേജ് മുതൽ ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആർക്കാണ് കർത്തൃമേശയിൽ സംബന്ധിക്കുവാൻ കഴിയുന്നത് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദ പാർട്ടിസിപ്പൻസ് ഓഫ് ദ ലോർഡ്സ് സപ്പർ. ഒന്നാമത്തെ പോയിന്റ് 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദ പാർട്ടിസിപ്പൻസ് ഷുഡ് ബി ജെന്യുവൻലി സേവ്ഡ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദ പാർട്ടിസിപ്പൻസ് ഷുഡ് ബി ഡോക്ട്രിനലി സൗണ്ട്. ദ പാർട്ടിസിപ്പൻസ് ഷുഡ് ബി ഡോക്ട്രിനലി സൗണ്ട് എന്ന് പറഞ്ഞാൽ ഉപദേശപരമായിട്ട് സൗണ്ട് ഡോക്ട്രിൻ പിടിക്കുന്നവരായിരിക്കണം കർത്തൃമേശയിൽ ഒരു പ്രാദേശിക സഭയിൽ പങ്കെടുക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് ദ പാർട്ടിസിപ്പൻസ് ഷുഡ് ബി മോറലി ക്ലീൻ. ഇതിൽ തന്നെ ആദ്യത്തെ പോയിന്റിനെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്? ഈച്ച് ജെനുവിൻ ക്രിസ്ത്യൻ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ 3 മാർക്സ്. നമ്പർ 1, he is saved by the grace of God. Number 2, he is indwelt in the Spirit of God. Number 3, he is obedient to the word of God. ഇനി ഞാൻ മറ്റു ചില ഉദ്ധരണികൾ കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. 172 ഇതേ പുസ്തകത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു ദ ഡേ ഓഫ് ഇറ്റ്സ് ഒബ്സർവൻസ്. എന്നാണ് ഇത് ആചരിക്കേണ്ടതെന്നാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. There is a day in the New Testament which is distinguished from all other days of the week by the title the Lord's Day. Revelation 1:10. The first day of the week. Luke 24:1. It was the day when the Lord appeared to his disciples in the upper room. John 20:19. It was the day when a week later he again appeared to his disciples, this time with Thomas present. John 20:26. It was on the day that the disciples came together to break bread. Acts chapter 20 and verse 7. It was the day on which Christians were to give the Lord that which they have purposed in their hearts to place in the collection. 1 Corinthians chapter 16 and verse 2. നോക്കുക, എന്നാണ് നാം കൂടി വരേണ്ടതെന്നുള്ള വേദപുസ്തകപരമായിരിക്കുന്ന പാറ്റേൺ എന്താണെന്നാണ് A.P. ഗിബ്സ് ഈ നാളുകളിൽ ഏറെ ഉദ്ധരിക്കപ്പെട്ട പുസ്തകമായതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. പിന്നീട് ദ ടൈം ഓഫ് ഒബ്സർവൻസിനെ കുറിച്ച് A.P. ഗിബ്സിന്റെ അഭിപ്രായം എങ്ങനെയാണ്? വെൻ ഡിറ്റർമിനിങ് ദ ടൈം it should ever be kept in mind that the Lord's Supper is the principal meeting of the whole week. Therefore, the very best time should be reserved for it. ഒരു ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിലെ ഏറ്റവും നല്ല സമയം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരാഴ്ചയിലെ മീറ്റിങ്ങുകളിൽ ഏറ്റവും സവിശേഷതവും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു മീറ്റിംഗാണ് അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ 182 പേജിൽ ഇങ്ങനെ പറയുന്നു, ദ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഒബ്സർവൻസ്. എപ്പോഴൊക്കെയാണ് ആചരിക്കേണ്ടത്? While scripture does not give us any plain and definite command as to how often it should be observed, we can gather from the example of the early church that it was their custom to meet each Lord's Day for this purpose. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം തോറും ആദിമസഭ കൂടി വന്ന ആ എക്സാമ്പിൾ നമുക്ക് ആ കാര്യത്തിൽ നമുക്കും പിന്തുടരാവുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ഒരു വീഡിയോകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരു സ്ഥലം സഭ എന്നത് എന്താണ് എന്ന് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ചർച്ചകളിൽ പങ്കെടുത്ത പലരും അതിനെക്കുറിച്ച് ഉത്തമമായ ബോധ്യമില്ലാതെയാണ് എവിടെ ആര് കൂടി വന്നാലും സഭയാകും എന്ന് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലം സഭ എന്നത് കൂട്ടിവരുത്തപ്പെട്ടവരുടെ തുടർമാനമായ കൂടിവരവാണ് എന്നതിനാൽ കൂട്ടിവരുത്തിയ വ്യക്തിയുടെ കൽപ്പനകൾ ഒക്കെ സ്ഥലസഭകളിൽ സഭായോഗങ്ങളിൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ മാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മോശയെ സംബന്ധിച്ചിടത്തോളം താൻ സമാഗമന കൂടാരം പണിതപ്പോൾ
പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം അവൻ അത് പണിതു എന്ന് വായിക്കുന്നു. അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് പിന്നെയും പിന്നെയും ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കും കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അപ്പം മുറിക്കലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അങ്ങനെ തന്നെ അത് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലന്മാർ ഏൽപ്പിച്ചു തന്ന മാതൃകയുണ്ട്. അങ്ങനെ തന്നെ അത് നാം ചെയ്യേണ്ടതാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാരണങ്ങളാൽ അപ്പം നുറുക്കൽ മുടങ്ങിപ്പോയാൽ കർത്താവിന്റെ മാതൃകകൾ ഉപേക്ഷിച്ച് നാം അത് ചെയ്യുവാനായിട്ട് പാടില്ല. അപ്പോസ്തലന്മാർക്ക് കർത്തൃമേശ മുടങ്ങിയ അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘമായ കാരാഗ്രഹവാസങ്ങൾ, കപ്പൽ ഛേദങ്ങൾ, നാടുകടത്തലുകളൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ കർത്താവിനെ പാടി സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. നമുക്കും ഈ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ്. പത്രോസും ശീലാസും ചെയ്തതുപോലെ, കാരാഗ്രഹത്തിൽ ചെയ്തതുപോലെ നമുക്കും ഇന്ന് നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ഈ കർത്തൃമേശയ്ക്ക് കൂടി വരുവാൻ കൊണ്ടും കഴിയാതെ വരുമ്പോൾ ഭവനങ്ങളിൽ നമുക്ക് പാടി സ്തുതിക്കുവാൻ കൊണ്ടും കഴിയും. സ്ഥലം സഭയിൽ ആചരിക്കപ്പെടേണ്ട അപ്പം മുറിക്കൽ കൂടിവരവുകൾ അത് സ്ഥലം സഭ കൂടി വരുമ്പോൾ മാത്രം നാം നിർവഹിക്കാം. ദൈവവചനത്തെ നാം അവഗണിക്കാതെ ഇരിക്കാം. നമ്മുടേതായിരിക്കുന്ന മാനുഷിക ബുദ്ധിയിലുള്ള ആശയങ്ങൾ നാം സഭയിൽ നടപ്പാക്കാതെ ഇരിക്കാം. അതിനായിട്ട് സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.